കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്യുന്നതമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളും പുതുവത്സരാശംസകളും അർപ്പിക്കുന്നു. 2024 നമ്മളെ വിട്ട് കടന്നുപോയി. നാം 2025 കടന്നിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി എൻ്റെ മനസ്സിൽ ദൈവം ആവർത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്യ ശകലമുണ്ട്. എൻ്റെ മനസ്സിൽ പൊങ്ങി വന്നുകൊണ്ടിരുന്ന ആ വാക്യത്തിനെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കണം എന്നൊരു ചിന്ത ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടുത്ത വർഷത്തെക്കുറിച്ചുള്ള പല പദ്ധതികളും ഉണ്ടാകും. 2023 അവസാനിക്കുന്ന സമയത്ത് വരാൻ പോകുന്ന വർഷത്തെക്കുറിച്ച് നമുക്കെല്ലാം പല വിധത്തിലുള്ള പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഇന്ന കാര്യങ്ങൾ ഈ വർഷം നേടിയെടുക്കണം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ. അതിൽ പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നാം നേടിയെടുത്തിട്ടുണ്ടാകും. പലതും ലഭിക്കാതെയും പോയിട്ടുണ്ടാകും. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏത് വിധത്തിലാണ് ഉള്ളത്? 2024 ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് നാം ദൈവത്തിനോട് നന്ദിയുള്ളവരായിട്ടാണോ ഇരിക്കുന്നത്? അതോ നാം പ്ലാൻ ചെയ്യുകയും വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തിട്ടും നമുക്ക് ഈ വർഷം ലഭിക്കാതെ പോയ നന്മകളെ ഓർത്ത് പരിഭവമോ പരാതിയോ ഉള്ളവരായിട്ടാണോ നാം 2025 പ്രവേശിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു സ്വയ വിചിന്തനത്തിന്റെ ഫലമായിട്ടാണ് ആ വാക്യശകലം എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കുറെ നാളുകളായി പൊന്തി വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ. കൊലോസ്യർ 3:15. നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവരായി ഇരിക്കണമെന്ന് മാത്രമല്ല, നന്ദികേട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ? മറ്റൊരാളുടെ ദയയോ സമ്മാനമോ സഹായമോ കരുണയോ ഉദാരമനസ്കതയോ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്നും വരുന്ന അഭിനന്ദനാർഹമായ പ്രതികരണമാണ് നന്ദി എന്നുള്ളത്. മൃഗങ്ങൾ പൊതുവെ നന്ദി കാണിക്കുന്ന ജീവികളാണ് എന്ന് നമുക്കറിയാം. നന്ദി എന്ന വാക്കിന്റെ പര്യായം പോലെ നാം പറയാറുള്ള ജീവിയാണ് നായ. നന്ദി എന്നതിന് കൃതജ്ഞത എന്ന് നാം പറയാറുണ്ട്. കൃതജ്ഞം എന്ന വാക്കിൽ നിന്നാണ് കൃതജ്ഞത എന്ന വാക്കുണ്ടായിരിക്കുന്നത്. കൃതജ്ഞം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നായ എന്നാണ്. കൃതജ്ഞം നായ. നായയുടെ സ്വഭാവമാണ് നന്ദി കാണിക്കൽ. അതുകൊണ്ടാണ് നന്ദിക്ക് കൃതജ്ഞത എന്നുകൂടി നമ്മൾ പറയുന്നത്. നമ്മളിൽ നിന്ന് ഭക്ഷണമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായമോ ലഭിച്ച ഒരു ജീവിയോടും നമുക്ക് പറയേണ്ടി വരാറില്ല നിങ്ങൾ നന്ദിയുള്ളവരായി ഇരിക്കണമെന്ന്. കാരണം അവ ആ നന്ദി നമ്മളോട് കാണിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ കാണാറുണ്ട്. അതായത് ഒരു പക്ഷിയുടെ കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു മാനിന്റെ കുഞ്ഞ്, അല്ലെങ്കിൽ കുറുക്കന്റെ കുഞ്ഞ്, കരടിയുടെ കുഞ്ഞ്, ചില സമയം സിംഹത്തിന്റെ കുഞ്ഞു വരെ, ഈ കാടിന് അടുത്ത് താമസിക്കുന്ന ആളുകളുടെയൊക്കെ വീഡിയോകളിലുണ്ട്. സിംഹത്തിന്റെ കുഞ്ഞു വരെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ മറ്റോ അവയുടെ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് അവശതയിലായി മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ അതിനെ കണ്ട് എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷയൊക്കെ ചെയ്ത് മുറിവൊക്കെ ഭേദമാക്കി അതിനെ സ്വതന്ത്രമാക്കി വിട്ടാലും അത് തന്നെ രക്ഷിച്ച ആളെ വിട്ടുപോകാതെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വീഡിയോകൾ ഇഷ്ടം പോലെ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളത് ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അത്തരം ചില വീഡിയോകളിൽ ഈ ജീവികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ കാട്ടിലേക്ക് പോകും. പിന്നീട് ചില മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇണയും ചിലപ്പോൾ കുഞ്ഞുങ്ങളും അടക്കം തിരികെ വരികയും ചെയ്യുന്ന വീഡിയോകളും അതും കണ്ടിട്ടുണ്ട്. കാരണം ഈ ജീവികൾ അതിന്റെ നന്ദി പ്രകടിപ്പിക്കുന്നതാണ്. അവയ്ക്കെല്ലാം നന്ദിയുണ്ട്. പാമ്പ് ഒഴികെ ലോകത്ത് മറ്റുള്ള എല്ലാ ജീവികളും നന്ദിയുള്ളവയാണ്. പാമ്പ് മാത്രമാണ് നന്ദിയേട് കാണിക്കുന്ന ഒരേ ഒരു ജീവി. ഈ നന്ദിയുടെ പര്യായമായി നമ്മൾ നായയെ എടുത്തു പറയാറുള്ളത് പോലെ നന്ദികേടിന്റെ പര്യായമായി പറയാറുള്ളത് പാമ്പിനെയാണ്. പാമ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല, പക്ഷെ പാമ്പിന്റെ പ്രവൃത്തി നമ്മൾ പറയും. ഇപ്പൊ നമുക്കറിയാവുന്ന ആരെങ്കിലും
നന്ദികേട് കാണിച്ചതായിട്ട്, അയാൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളോട് നന്ദികേട് കാണിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി എന്ന് പറയും. അത് പാമ്പിന്റെ പ്രവൃത്തിയാണ്. പാമ്പിനെ വളർത്തുന്ന പലർക്കും പാമ്പ് കടി ഏൽക്കാറുണ്ട്. പ്രമുഖ സർപ്പയജ്ഞക്കാരനായിരുന്ന പാമ്പ് വേലായുധന് പലവട്ടം പാമ്പ് കടി ഏറ്റിട്ടുണ്ട്. അവസാനം പാമ്പ് കടിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഒരു കരിമൂർഖന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കടിയേറ്റ് അദ്ദേഹം മരിക്കുകയായിരുന്നു. അതായത് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കടിച്ചത്. എന്തുകൊണ്ടാണ് പാമ്പ് നന്ദി കാണിക്കാത്തത്, അല്ലെങ്കിൽ നന്ദി കാണിക്കാൻ അതിന് കഴിയാത്തത് എന്നുള്ളത് ഞാൻ പുറകെ പറയാം. പാമ്പ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് നന്ദികേട് എന്നുള്ളത്. മനുഷ്യരിൽ ആ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് ലേഖനത്തിലൂടെ വിശ്വാസികളോട് പറയേണ്ടി വന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന്. നന്ദി എന്നത് വല്ലപ്പോഴും ഉള്ള ഒരു പ്രവൃത്തിയല്ല, എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്. കുറച്ചുനാൾ നന്ദിയുള്ളവനായിരിക്കുക, പിന്നെ കുറെ നാൾ നന്ദിയില്ലാത്തവനായിരിക്കുക എന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അങ്ങനെ ജീവിക്കാൻ അനുവാദവുമില്ല. നന്ദി എന്നുള്ളത് കേവലം മാന്യമായ ഒരു പെരുമാറ്റമല്ല. മാന്യമായ പെരുമാറ്റം നമുക്ക് ഉപകാരം ചെയ്ത ആൾക്കാരോട് മാത്രമല്ല, തികച്ചും അപരിചിതരായ ആൾക്കാരോടും നാം മാന്യമായി പെരുമാറേണ്ടതാണ്. മാന്യമായ പെരുമാറ്റത്തിനെയല്ല നന്ദി എന്ന് പറയുന്നത്. അത് നന്മ സ്വീകരിച്ച ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായ പ്രതികരണമാണ്. അതാണ് നന്ദി എന്ന് പറയുന്നത്. പിന്നെ ഈ നന്ദി എന്നുള്ളത് സാഹചര്യങ്ങളെ ആശ്രയിച്ചുണ്ടാകേണ്ട ഒന്നല്ല. സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ നന്ദിയുള്ളവരായും സാഹചര്യം പ്രതികൂലമാകുമ്പോൾ നന്ദിയില്ലാത്തവരായും ഇരിക്കുന്നവരാണ് ലോകമനുഷ്യർ. എന്നാൽ ഒരു ദൈവ പൈതലിന് അങ്ങനെ ഇരിക്കാൻ അനുവാദമില്ല. നിർഭാഗ്യവശാൽ നമ്മളിലേറെ പേരും സാഹചര്യം അനുകൂലമാകുമ്പോൾ മാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നവരാണ്. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ അതുവരെ ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകളെല്ലാം നമ്മൾ മറക്കും. എന്നിട്ട് പിറുപിറുക്കാൻ തുടങ്ങും. നമ്മുടെ മുമ്പിൽ അത്തരം സമയത്ത് വർത്തമാനകാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭൂതകാലത്ത് ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകളൊന്നും ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. കൊളോസ്യർ 3:15 നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സജഷൻ ആയിട്ടല്ല. മനസ്സിലായി? അതൊരു സജഷൻ, ഒരു ഓപ്ഷണൽ ആയ കാര്യമല്ല. തെരഞ്ഞെടുക്കാൻ നമുക്ക് കുറെ ചോയ്സുകളുണ്ട്. അതിലൊരു ചോയ്സ് നന്ദിയുള്ളവരായിരിക്കാം, നന്ദി ഇല്ലാത്തവനായിരിക്കാം, ഇടയ്ക്ക് നന്ദിയുള്ളവനായിരിക്കാം, അങ്ങനെയൊക്കെ കുറെ ചോയ്സ്. അതൊന്നുമില്ല. നന്ദിയുള്ളവരായിരിപ്പിൻ എന്നുള്ളത് ഒരു കമാൻഡ് ആയിട്ടാണ്, ഒരു കൽപ്പനയായിട്ടാണ്, ഒരു ആജ്ഞയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്നുള്ളത്. ആ ഉത്തരവ്, ആ കൽപ്പന നമ്മൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ. അതായത് കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നീ കൽപ്പനകൾ പോലെ തന്നെയുള്ള ഒരു കൽപ്പനയാണ് നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്നുള്ളത്. നാം നന്ദിയില്ലാത്തവരാകുമ്പോൾ കൊളോസ്യർ 3:15 കൽപ്പനയെ ലംഘിക്കുന്നവരായും കൂടിയാണ് മാറുന്നത്. നന്ദികെട്ടവരായിരിക്കുമ്പോൾ നമ്മൾ നന്ദികെട്ടവരായിരിക്കുന്നു എന്നുള്ളതൊരു വശം, അതോടൊപ്പം തന്നെ കൽപ്പനാ ലംഘന ചെയ്യുന്ന അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നവരായി നാം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നത് അനുസരണത്തിന്റെ മനഃപൂർവമായ ഒരു പ്രവൃത്തിയാണ്. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കേവലം നന്ദിയുള്ളവരായിട്ട് മാത്രമല്ല, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരും കൂടിയായി മാറുകയാണ്. അതുപോലെ നന്ദിയില്ലാത്തവരായി ജീവിക്കുമ്പോൾ നന്ദിയില്ലാത്തവർ മാത്രമല്ല, അനുസരണം കെട്ടവരായും കൂടി മാറുകയാണ്. കൊലോസ്യർ 3:15 പൗലോസ് അപ്പോസ്തലൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിലെ 3ാമത്തെ കാര്യമാണ് നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്നുള്ളത്. മുൻപുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതാണ് 1ാമത്തെ കാര്യം. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഇതാണ് 2ാമത്തെ കാര്യം. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതായത് 1ാമത്തേത് സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, സമാധാനം. 2ാമത്തേത് ഐക്യം, ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഐക്യമാണ്, വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങൾ ശരിയായിരുന്നാൽ മാത്രമേ 3ാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ള കാര്യം പ്രാവർത്തികമാകുകയുള്ളൂ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തോടുള്ള നന്ദി ഉടലെടുക്കുകയുള്ളൂ. യേശുക്രിസ്തു നമുക്ക് സമാധാനം തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ സമാധാനത്താൽ നമ്മൾ ഭരിക്കപ്പെടണം, നിയന്ത്രിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം
ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് നന്ദി പ്രവഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈതലിനെ സംബന്ധിച്ചും അവന്റെ ജീവിതത്തിൽ 2 കാലഘട്ടങ്ങളുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടം, അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു. അന്ന് നമ്മൾ ദൈവത്തോടും മറ്റു പല മനുഷ്യരോടും ശത്രുതയിലുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷമുള്ള ജീവിതം, അതാണ് 2ാം ഘട്ടം. അത് ദൈവത്തോടും മനുഷ്യരോടും സമാധാനമുള്ള ഒരു ജീവിതമാണ്. ദൈവത്തോടുള്ള സമാധാനം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, സൽപ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിട്ടെന്നല്ല. സൽപ്രവൃത്തികളാൽ ഒരാൾക്കും ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാൻ പറ്റില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. വിശ്വാസത്താൽ മാത്രമേ ഒരാൾക്ക് ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഏതൊരാൾക്കും കർത്താവായ യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് സമാധാനം ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിൽ നിന്നുള്ള ഈ സമാധാനം നമ്മെ കുറ്റബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങളുടെ കുറ്റബോധത്തിൽ നിന്നും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നുമുള്ള മോചനം, അതാണ് യേശുക്രിസ്തുവിന്റെ ഈ സമാധാനം നമുക്ക് നൽകുന്നത്. ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനമാണത്. ആ സമാധാനം ഒരിക്കലും രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. അയാളുടെ ഉള്ളിൽ പിന്നീട് ഒരിക്കലും നരകത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് തിരുവചനം പറയുന്നത് കൊണ്ട് തന്നെ യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണശേഷം എന്റെ പാപങ്ങളുടെ പേരിൽ ഞാൻ വിധിക്കപ്പെടുമോ എന്നുള്ള ചിന്തയില്ല. കാരണം എന്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സമാധാനമാണ് അവന്റെ ഉള്ളിൽ അവന് ലഭിക്കുന്നത്. അത്തരം സമാധാനത്തെ കുറിച്ചല്ല പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർ 3:15 പറഞ്ഞിരിക്കുന്നത്. ഭൗമിക കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള സമാധാനമാണത്. ഭൗമിക കാര്യങ്ങൾ, ലോകപരമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള സമാധാനം. അത്തരം സമാധാനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അത് നഷ്ടപ്പെട്ടു പോകാം. അത് ചുമ്മാ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയല്ല, നമ്മളായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന്. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ വാഴുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ അനുവദിക്കുക എന്നാൽ എന്താണ് അർത്ഥം? ദൈവവചന പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആശങ്കകളും ചിന്താകുലങ്ങളും വിചാരങ്ങളുമെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണത്. അതാണ് ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ വാഴുക എന്ന് പറഞ്ഞാൽ. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഫിലിപ്പ് ലേഖനത്തിൽ അക്കാര്യം വിവരിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർ 4:6-7. പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്ന് ആലോചിക്കണം. ഈ ഫിലിപ്പ് ലേഖനവും അതുപോലെ കൊലോസ് ലേഖനവും ഒക്കെ കാരാഗൃഹ ലേഖനങ്ങളിൽ പെട്ടതാണ്. റോമൻ കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുന്നത്. അതുപോലെ അതേ കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്താണ് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നും പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സന്ദർഭത്തിലും ക്രിസ്തുവിന്റെ സമാധാനത്താൽ നയിക്കപ്പെട്ട ജീവിതമായിരുന്നു പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചങ്ങലകളാൽ ബന്ധിതനായി തടവറയിൽ കിടക്കുമ്പോൾ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ പൗലോസിനും ശീലാസിനും സാധിച്ചത്. അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ നന്ദിയുള്ളവരായിരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ വാഴുക എന്നുള്ളതാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ വാഴണം എന്നുണ്ടെങ്കിൽ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുക എന്നല്ലാട്ടോ അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത്. കുടുംബത്തോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടവരാണ്.
1 തിമോഥെയോസ് 5:8 പൗലോസ് അപ്പോസ്തലൻ കാര്യം പറയുന്നുണ്ട്. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. 1 തിമോഥെയോസ് 5:8. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ജീവിക്കാൻ ഒരു വിശ്വാസിയെയും ദൈവം അനുവദിക്കുന്നില്ല. ഓരോ വിശ്വാസിയും അവന്റെ കുടുംബത്തിന് ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ അവനെ വിചാരപ്പെടുന്നതിലേക്ക്, ആകുല ചിന്തയിലേക്ക് നയിക്കാൻ പാടുള്ളതല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തുവിൽ വിശ്രമം കൈക്കൊള്ളാനാണ് ദൈവം നമ്മോട് പറയുന്നത്. അതല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ 3 എണ്ണമാണ് എന്നായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത്. ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതാണ്. എന്നാൽ ബൈബിളിൽ പറയുന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ 2 എണ്ണമാണെന്നാണ്. അത് 1 തിമോഥെയോസ് 6:8 നാം വായിക്കുന്നുണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. 1 തിമോഥെയോസ് 6:8. ആഹാരത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പാർപ്പിടത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം വേണം, സ്വന്തമായി വസ്ത്രവും വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ സ്വന്തമായി പാർപ്പിടം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. വാടക വീട്ടിലായാലും നമുക്ക് കഴിയാം. അടിസ്ഥാന ആവശ്യമായി ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യം മാത്രം പറഞ്ഞത്. ഇതേ കാര്യം തന്നെ കർത്താവും പറഞ്ഞിട്ടുണ്ട് ഗിരിപ്രഭാഷണത്തില്. മത്തായി സുവിശേഷം 6:25 വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്. അതായത് ആഹാരത്തെ കുറിച്ച്, തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞ ആഹാരം, പിന്നെ എന്തുടുക്കും വസ്ത്രം. ഇത് രണ്ടിനെ കുറിച്ച് മാത്രമേ കർത്താവ് ഇവിടെ പറയുന്നുള്ളൂ. പാർപ്പിടത്തെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ പോലും വിചാരപ്പെടരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അതായത് ദൈവമക്കൾ അവരുടെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിലടക്കം ആകുലപ്പെടുകയോ വിചാരപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യത്തിലും, അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ജീവിക്കണം. ലോക മനുഷ്യരെ പോലെ ദൈവമക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആകുലപ്പെടുന്നെങ്കിൽ, ചിന്താകുലത്താൽ ജീവിക്കുന്നു, ഭാരപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവർ അല്പവിശ്വാസികളാണെന്നാണ്. അത് 30-ാമത്തെ വാക്യത്തിൽ, 6 മത്തായി 6:30 കർത്താവ് പറയുന്നുണ്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. വിചാരപ്പെടുന്നവരെ കർത്താവ് വിളിക്കുന്നത് അല്പവിശ്വാസികൾ എന്നാണ്. അല്പവിശ്വാസികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒട്ടും വിശ്വാസമില്ലാത്ത അവസ്ഥയിലുള്ളവരെന്നല്ല. പാപക്ഷമയും നിത്യജീവനും നേടുവാൻ സഹായകരമായ തരത്തിലുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ സുവിശേഷം കേട്ടപ്പോൾ അവർ വിശ്വസിച്ചത്. എന്നാൽ അവരുടെ ആകുലതകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും വിടുതൽ നേടുവാനോ അപകട ഘട്ടങ്ങളിൽ ആത്മവിശ്വാസം പ്രാപിക്കുവാനോ പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവാശ്രയത്താലും കൃപയാലും നേടിയെടുക്കുവാനോ മറ്റുള്ളവരെ വേണ്ട വിധം സഹായിക്കുവാനോ പര്യാപ്തമായ വിശ്വാസം അവർക്കില്ല. അങ്ങനെയുള്ളവരെയാണ് അല്പവിശ്വാസികൾ എന്ന് പറയുന്നത്. ഈ അല്പവിശ്വാസികളുടെ പ്രവൃത്തി ഫലത്തിൽ അവിശ്വാസികളുടേതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അത് 32-ാമത്തെ വാക്യം, മത്തായി 6:32 കർത്താവ് പറയുന്നു, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. ഈ അവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് ഇല്ല, അവർക്കില്ല. അവരുടെ പിതാവ് പിശാചാണ്. അത് വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുന്ന ഏവനും പിശാചിന്റെ മകനാകുന്നു എന്ന്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താലുള്ള പാപമോചനം പ്രാപിക്കാത്ത ഏതൊരാളും പാപത്തിൽ തന്നെയാണ് തുടരുന്നത്, പാപത്തിലാണ് ജീവിക്കുന്നത്. അവൻ പിശാചിന്റെ മകനാണ്. അവരുടെ പിതാവായ പിശാച് അവരുടെ നാശമാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അവരുടെ നന്മയല്ല. അതുകൊണ്ട് തന്നെ പിശാച് അവരുടെ ആവശ്യങ്ങളിൽ കരുതുന്ന ഒരുവനുമല്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്.
തങ്ങളെ കരുതുവാൻ സ്വർഗസ്ഥനായ ഒരു പിതാവില്ല എന്ന വിധത്തിൽ വിശ്വാസികൾ അവിശ്വാസികളെ പോലെ പെരുമാറരുത് എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് നാം ആകുലപ്പെടുമ്പോൾ, നമ്മുടെ ഉപജീവന ചിന്തകളാൽ നാം വിചാരപ്പെടുമ്പോൾ അവിശ്വാസികളുടെ നിലവാരത്തിലേക്ക് നാം താണുപോകുകയാണ്. ഭാവിയെക്കുറിച്ച് നമുക്ക് പദ്ധതികൾ ഉണ്ടായിരിക്കണം, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് വേണം, അത് അത്യാവശ്യമാണ്. ഓരോ മനുഷ്യനും അവന്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരിക്കണം. അത് നിറവേറ്റാൻ വേണ്ടി നാം നമ്മളാൽ കഴിയുന്നിടത്തോളം പ്രയത്നിക്കുകയും വേണം. പക്ഷെ നാം ഒരിക്കലും അതിനുവേണ്ടി വിചാരപ്പെടാൻ പാടുള്ളതല്ല. വിചാരപ്പെടുമ്പോൾ നാം അല്പവിശ്വാസികളായി തീരുന്നു, അല്ലെങ്കിൽ അവിശ്വാസികളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് താഴ്ന്നു പോകുന്നു. അത്തരമൊരു മാനസികാവസ്ഥയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സമാധാനം വാഴുകയില്ല. അങ്ങനെ യേശുക്രിസ്തുവിന്റെ സമാധാനം വാഴാത്ത ഹൃദയവുമായി ജീവിക്കുന്ന വിശ്വാസിയിൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15 പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, അത് നടക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. ഏതിന്? ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയങ്ങളിൽ വാഴുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരെയും ദൈവം ഏകശരീരമായി വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഏകശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ കുറിച്ചാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളെ ചേർത്തിരിക്കുന്നത് ഏക ശരീരമായിട്ടാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ തലയിൽ നിന്നോ അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ, ഒരുമിച്ച് നിൽക്കുന്നത് പോലെ തലയായ ക്രിസ്തുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഐക്യത്തോടെ നിൽക്കേണ്ടവരാണ് ദൈവമക്കൾ എല്ലാവരും തന്നെ. നമ്മുടെ ഹൃദയം ഉപജീവന ചിന്തകളാലും ഭാവിയെ കുറിച്ചോർത്തും ഭാരപ്പെട്ടിട്ട് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ സമാധാനക്കേട് ഇടയ്ക്കൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ആദ്യമൊക്കെ അത് കുടുംബത്തിനകത്തായിരിക്കും വെളിപ്പെടുക. ഈ സമാധാനക്കേട് ജീവിത പങ്കാളിയുടെ അടുത്തും മക്കളുടെ അടുത്തും സമാധാനക്കേട് വെളിപ്പെടും. ഭാര്യയ്ക്കാണ് ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ ഉള്ളതെങ്കിൽ ഭർത്താവിന്റെ അടുത്തും മക്കളുടെ അടുക്കലും അവരിൽ നിന്ന് സമാധാനക്കേട് വെളിപ്പെടും. ഇനി ഭർത്താവിനാണ് ഇത്തരം ആകുല ചിന്തകൾ ഉള്ളതെങ്കിൽ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുക്കലും ഒക്കെ ഈ സമാധാനക്കേട് വെളിപ്പെടും. അത് ഫസ്റ്റ് ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ അത് സഭയ്ക്കകത്തായിരിക്കും വെളിപ്പെടുക. ഈ സമാധാനക്കേട്, നമ്മുടെ ഉള്ളിലുള്ള സമാധാനക്കേട് നമ്മൾ സഹോദരന്മാരടുക്കലും സഹോദരിമാരടുക്കലും ഒക്കെ പ്രകടിപ്പിക്കും. അവരോട് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അനിഷ്ടമോ ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ സമാധാനമില്ല. ഹൃദയം സമാധാനക്കേടിനാൽ നിറഞ്ഞിരിക്കുകയാണ്, ഉപജീവന ചിന്തകളാലൊക്കെ ഭാരപ്പെട്ടിട്ടുള്ള സമാധാനക്കേടിനാൽ. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ പറയുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെളിപ്പെട്ടെന്ന് വരും. നമുക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു വാക്കോ മറ്റോ അവരിൽ നിന്നുണ്ടായാൽ, ഒരു പ്രവൃത്തി ഉണ്ടായാൽ പെട്ടെന്ന് ഉള്ളിലെ ഈ സമാധാനക്കേട് വെളിപ്പെടും. അത് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. മനസ്സിലായോ? അതാണ് അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത്. ഇങ്ങനെ സമാധാനമില്ലാത്ത ഒന്നിലധികം ആളുകൾ ഒരു സഭയ്ക്കകത്തുണ്ടായാൽ ആ സഭയുടെ ആന്തരിക ചൈതന്യം നഷ്ടപ്പെടും, സഭയ്ക്കുള്ളിലെ ഐക്യം നഷ്ടപ്പെടും, വിശ്വാസികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് തന്നെ ദൈവത്തോടുള്ള നന്ദികേടാണ്. നമ്മളൊരു സഭയ്ക്കകത്ത് ചെന്നിട്ട് ആ സഭയിലെ ഐക്യം നമ്മൾ മുഖാന്തരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തോടുള്ള നന്ദികേടാണ്. കാരണം ഈ വിശ്വാസികൾക്കിടയിലുള്ള ഐക്യം ഉണ്ടല്ലോ, അത് വിശ്വാസികൾ ഉണ്ടാക്കിയെടുത്തതല്ല. ആ സഭയിലെ വിശ്വാസികളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല, അവർക്ക് ഉണ്ടാക്കാൻ പറ്റുകയുമില്ല. അത് ദൈവാത്മാവ് ഉണ്ടാക്കിയെടുത്ത ഐക്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്ന്. ആത്മാവിന്റെ ഐക്യത എല്ലാ വിശ്വാസികളെയും ക്രിസ്തുവിൽ ഏക ശരീരമാക്കുന്നതിൽ ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടിച്ച ഐക്യമാണത്. വിശ്വാസികൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല. ഞാനോ നിങ്ങളോ രക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥലസഭയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള വിശ്വാസികളുമായി ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് മുൻപേ ഉണ്ടാക്കിയെടുത്ത ഐക്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഈ ഐക്യതയിൽ വിശ്വാസികൾക്ക് പരസ്പരം സമാധാനത്തിൽ ജീവിക്കാൻ കഴിയും. എഫേസ്യർ 4:3 പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. പല സ്വഭാവങ്ങളുള്ള, പല ജീവിത പശ്ചാത്തലങ്ങളുള്ള, പല ജീവിത രീതികളുള്ള, പല തൊഴിൽ മേഖലകളിലുള്ള,
സമൂഹത്തിന്റെ പല തട്ടുകളിൽ നിന്നുള്ള മനുഷ്യരെ പരിശുദ്ധാത്മാവ് വിളിച്ച് ഒരുമിച്ച് ചേർത്ത് ഒരു സ്ഥലസഭ രൂപീകരിക്കുമ്പോൾ ആ സഭ സുഗമമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഐക്യം അതിലെ അംഗങ്ങൾക്കിടയിൽ ആവശ്യമാണ്. മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ഐക്യം കൊണ്ട് ഒരിക്കലും ഒരു സ്ഥലസഭ ഏറെ നാൾ മുന്നോട്ട് പോവുകയില്ല. നമ്മുടെ സമാധാനക്കേട് മുഖാന്തരം നാം അംഗമായിരിക്കുന്ന സ്ഥലസഭയിലെ വിശ്വാസികൾക്കിടയിലുള്ള ഐക്യം തകർക്കാൻ നമുക്ക് സാധിക്കും. ഐക്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ അത് തകർക്കാൻ സാധിക്കും. നാം തകർക്കുന്നത് അവിടെയുള്ള മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഐക്യമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് അവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഐക്യമാണ്. അതാണ് നാം തകർക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്റെ സമാധാനക്കേട് കൊണ്ട് ഞാൻ തകർക്കുന്നത്. അത് നന്ദികേടാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഇല്ലാതാക്കുന്നു. ഞാൻ ഒരു കാലത്ത് സമാധാനമില്ലാതെ ജീവിച്ചവനായിരുന്നു, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവൻ. അവിടെ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. എന്നിട്ട് ദൈവഭവനമായ തന്റെ സഭയിൽ എന്നെ കൊണ്ടുവന്നാക്കി. ഞാൻ അവിടെ നന്ദിയുള്ളവനായി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. അതിനു പകരം ഞാൻ എന്റെ മനസ്സിന്റെ ആകുല ചിന്തകളാൽ, ഭാവിയെ കുറിച്ചുള്ള എന്റെ ആശങ്കകളാൽ വിചാരപ്പെട്ടുകൊണ്ട് എന്റെ സമാധാനം ഇല്ലാതാക്കുന്നു. എന്റെ കുടുംബത്തിനകത്തെ സമാധാനം ഇല്ലാതാക്കുന്നു. എന്റെ സമാധാനക്കേട് കൊണ്ട് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലസഭയിലെ വിശ്വാസികളുടെ സമാധാനവും ഞാൻ ഇല്ലാതാക്കുന്നു. അവിടെ ദൈവാത്മാവ് ഉണ്ടാക്കിയിരിക്കുന്ന ഐക്യത്തെയും ഞാൻ തകർക്കുന്നു. ഇതിനു വേണ്ടിയാണോ ദൈവം എന്നെ ലോകത്തിൽ നിന്ന് വിളിച്ച് സഭയിലേക്ക് കൊണ്ടുവന്നത്? ദൈവം എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഞാൻ ഇങ്ങനെയാണ് പകരം കൊടുക്കുന്നതെങ്കിൽ ഞാൻ നന്ദിയുള്ളവനാണ്. വാസ്തവമായി ഞാൻ നന്ദിയുള്ളവനാണ്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് സഹതാപം തോന്നി തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി വീട്ടിലെ ഒരംഗത്തെ പോലെ വളർത്തിയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞ് വളർന്നു വലുതായതിനു ശേഷം അവൻ മുഖാന്തരം ആ വീട്ടിലെ ഐക്യവും സമാധാനവും തകരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ വീട്ടിലെ ഐക്യവും സമാധാനവും തകർക്കുകയാണെങ്കിൽ എത്ര നന്ദി കെട്ടവനായിട്ടായിരിക്കും നമ്മൾ അവനെ പരിഗണിക്കുക? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലസഭയിലെ വിശ്വാസികൾക്കിടയിലുള്ള ഐക്യവും സ്നേഹവും ഞാൻ മുഖാന്തരം തകർക്കപ്പെട്ടാൽ ഞാൻ എത്രമാത്രം നന്ദി കെട്ടവനായിരിക്കും? ഓരോരുത്തരും സ്വയം ചിന്തിക്കുക. നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന കൽപ്പനയുടെ ആഴം എത്ര വലിയതാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കേവലം വ്യക്തിപരമായി ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കുന്നത് മാത്രമല്ല, സഭയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കൂടി, അവരുടെ ആത്മീയ ഉന്നമനത്തിനു വേണ്ടി കൂടി ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയാത്തതിന്റെ ഒന്നാമത്തെ കാരണം യേശുക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നില്ല എന്നതാണ്. നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണം, നന്ദി എന്ന വാക്കിന് മലയാളത്തിലുള്ള മറ്റൊരു വാക്ക് കൃതജ്ഞത എന്നാണെന്ന് നമുക്കറിയാം. വേറൊരു വാക്ക് കൂടിയുണ്ട്, ഉപകാര സ്മരണ. മറ്റൊരാൾ തനിക്ക് ഉപകാരം ചെയ്തതിനെ കുറിച്ചുള്ള ഓർമ്മ, അതിനെയാണ് ഉപകാര സ്മരണ എന്ന് പറയുന്നത്. ഉപകാരങ്ങളെ സ്മരിക്കുന്നത് നന്ദിയാണ്, ഉപകാരങ്ങളെ മറന്നു കളയുന്നത് നന്ദിയോടുമാണ്. ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങളെ നാം ഓർക്കണം. സഹവിശ്വാസികൾ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങളെയും നാം ഓർക്കണം. ഈ സഹവിശ്വാസികളിൽ നിന്നുള്ള ഉപകാരം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അധികം പേരും ചിന്തിക്കാറുള്ളത് നമ്മുടെ സാമ്പത്തിക പ്രയാസത്തിന്റെ സമയത്ത് കൂട്ടു സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തെ കുറിച്ചായിരിക്കും. തീർച്ചയായും അതൊരു ഉപകാരം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അത് നമ്മൾ ഓർക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും വേണം. എന്നാൽ അത് മാത്രമല്ല സഹവിശ്വാസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നന്മകൾ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന നല്ല ഗൈഡൻസ്, നമ്മൾ മാനസികമായി തളർന്നിരിക്കുന്ന സമയത്ത് നമ്മെ ധൈര്യപ്പെടുത്തുന്ന അവരുടെ വാക്കുകൾ. ഒരുപക്ഷെ അവരറിയണമെന്നില്ല നമ്മൾ ആ സമയത്ത് മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ് എന്നുള്ള കാര്യം. അവരറിഞ്ഞോ അറിയാതെയോ നമ്മളോട് സംസാരിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങളോ മറ്റൊക്കെ, അപ്പൊ അവര് അറിഞ്ഞോ അറിയാതെയോ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ നിന്നുള്ള എന്തെങ്കിലും പറയുകയോ, അല്ലെങ്കിൽ ദൈവവചനത്തിലെ ഏതെങ്കിലും സന്ദർഭമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പേ ജീവിച്ച, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഭവമൊക്കെ പറഞ്ഞ് നമ്മളെ പ്രചോദിപ്പിക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭയിലെ സഹോദരങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ധാരാളം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മാനസികമായിട്ട് ഡള്ളായിരുന്ന ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ശരിക്കും ബാറ്ററി ഫുൾ ചാർജ് ആയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പൊ അത് അവരിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരമാണ്. അതുപോലെ നമുക്ക് വേണ്ട സമയത്ത്
അവരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം സഹവിശ്വാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകളാണ്, ഉപകാരങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലസഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളോട് വരെ നന്ദി നിറഞ്ഞ മനോഭാവത്തോടെയേ നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ കുഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ കുഞ്ഞിനോട് ഞാൻ കടപ്പെട്ടവനാണ്, ആ കുഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കും. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭയിൽ 4 സുവിശേഷകന്മാരുണ്ട്. ഷിജുമോൻ ബ്രദർ അടക്കം, ഷിജുമോൻ തങ്കപ്പൻ അടക്കം ഞങ്ങൾ 4 പേരുണ്ട്. അപ്പൊ എന്തൊരു ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ പുറമെയുള്ളവരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ 4 പേരും ഇത് സഭയിൽ പറയും. ഇതിന് 1-2 ആഴ്ച മുമ്പേ പറയും, ഇങ്ങനൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്ന് സഭയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ലാതെ ആ ശുശ്രൂഷ നടക്കുന്നത് വരെ അവരവരുടെ കുടുംബ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും എല്ലാം ഓർക്കാറുണ്ട്, ഇത് ഓർത്ത് പ്രാർത്ഥിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവരോട് നന്ദിയുമുണ്ട്. ഞങ്ങൾ നന്ദിയുള്ള ആ ഒരു ഹൃദയം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളോട് വരെ അത് ഉണ്ടാകും. കാരണം ആ കുഞ്ഞിന്റെയും കൂടി പ്രാർത്ഥനയാലാണ് ആ ശുശ്രൂഷ എനിക്ക് നല്ലപടിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചതെന്നുള്ളൊരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണത്. അപ്പൊ ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങൾ നാം ഓർക്കണം, അത് മറക്കരുത്. അതേപോലെ തന്നെ സഹവിശ്വാസികൾ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങളെയും നാം ഓർക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ ഇത് രണ്ടും മറന്നു കളയുന്നവരാണ് പൊതുവെ വിശ്വാസികൾ. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അനുകൂലമായി ഉത്തരം തന്നാൽ നമുക്ക് വളരെ സന്തോഷമാണ്. നാം ദൈവത്തിന് നന്ദി പറയും, സഭയിൽ സാക്ഷ്യം പറയും, ഒക്കെ ചെയ്യും. അതൊക്കെ നല്ല കാര്യമാണ്, വേണ്ടെന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നല്ല കാര്യമാണ്. ദൈവം ഇന്ന കാര്യങ്ങൾ ചെയ്തു നമ്മൾ പറയുന്നത്, ദൈവനാമമഹത്വത്തിന് വേണ്ടി പറയുന്നത് നല്ലതാണ്. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ മുമ്പാകെ അടുത്ത ഒരു പ്രശ്നം വരുന്നു, ഒരു വിഷയം വരുന്നു. ആ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അനുകൂലമായിട്ട് ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നില്ല. നന്ദിയുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഉപകാര സ്മരണയുള്ളവരാണ് നമ്മളെങ്കിൽ, നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകും. ഇതിനു മുമ്പ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഇതും എനിക്ക് ആവശ്യമാണെന്നുള്ളത് ദൈവത്തിനറിയാം. സമയമാകുമ്പോൾ ദൈവം എനിക്കത് തന്നുകൊള്ളും. ആ സമയമാകുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം എന്ന തീരുമാനമെടുക്കാൻ കഴിയുന്നതാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരാൻ നമ്മളോട് ദൈവവചനം പറയുന്നുണ്ടല്ലോ. ആ വളർച്ച ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചില കാര്യങ്ങള് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നോ എന്ന ഉത്തരമായിരിക്കും നമുക്ക് തരിക. നോ, വേണ്ടെന്ന് പറയും. ഈ ദൈവം പറയുന്ന നോ ഉണ്ടല്ലോ, അത് എല്ലാ നോയും സ്ഥിരമായ നോയല്ല, താൽക്കാലികമായ നോയാണ്. മനസ്സിലായോ? താൽക്കാലികമായ നോ. എന്താണ് ഈ താൽക്കാലികമായ നോ എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. 8-10 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികള്, കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് അവരുടെ അമ്മമാരെ അനുകരിക്കാറുണ്ട്. അമ്മയുടെ ചുരിദാറിന്റെ ഷാളോ മറ്റേതെങ്കിലും തുണിയൊക്കെ എടുത്തിട്ട് സാരി ആയിട്ട് കൊടുക്കും. സാരി കൊടുത്ത് അമ്മയെ പോലെയൊക്കെ അവര് കളിക്കാനൊക്കെ നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കളിച്ചതിന് ശേഷം ആ കുഞ്ഞിന് യഥാർത്ഥ സാരി ഉടുക്കണം എന്നുള്ള ആഗ്രഹം വരുന്നു എന്ന് വിചാരിക്കുക. ഇത്ര നാളും കളിയായിട്ട് കൊടുത്ത് ഇനിയിപ്പോ അത് ഉടുക്കണം. അപ്പൊ ആ കുഞ്ഞ് പിതാവിന്റെ അടുക്ക ചെന്ന് പറയുകയാണ്, അപ്പൊ എനിക്കൊരു സാരി വാങ്ങിച്ചു തരണമെന്ന്. എന്തായിരിക്കും അപ്പന്റെ ഉത്തരം? അപ്പൊ സാരി വാങ്ങിച്ചു കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പന്റെ ഉത്തരം നോ എന്നായിരിക്കും. വേണ്ടാന്ന് തന്നെ പറയും. നിനക്ക് സാരിയുടെ ആവശ്യമില്ല, വേണ്ടാന്ന് പറയും. പക്ഷെ അത് സ്ഥിരമായിട്ടുള്ള നോയാണോ? സ്ഥിരമായിട്ട് വേണ്ടാന്നുള്ള ഉത്തരവാണോ? ഒരിക്കലുമല്ല. അതേ പെൺകുട്ടി വളർന്നു വലുതായി ഒരു യുവതിയായി തീർന്നു. അപ്പൊ ആ പ്രായത്തിൽ അവൾ പറയാണ്, ചുരിദാർ മാത്രം അല്ലെങ്കിൽ മിഡിയും ടോപ്പ് അങ്ങനെയുള്ളതൊക്കെ, ഫ്രോക്ക്, അതൊക്കെ മാറ്റിയിട്ട് ഞാൻ സാരി ഉടുക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു സാരി വാങ്ങിച്ചു തരണം എന്ന് അപ്പന്റെ അടുത്ത് എന്ന് പറയുന്നു. അന്നേരം അപ്പന്റെ മറുപടി എന്തായിരിക്കും? നോ എന്നായിരിക്കും. അല്ല, അപ്പൊ യെസ് എന്ന് പറയും, എന്നിട്ട് വാങ്ങിച്ചു കൊടുക്കും. കാരണം എന്താ? ഇപ്പൊ അവൾക്കത് ആവശ്യമുണ്ട്, അവൾക്കത് ഉപയോഗിക്കാനും കഴിയും, അതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നോ എന്ന ഉത്തരം. ദൈവത്തോട് ചോദിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ സംഗതി ഇപ്പോഴല്ല ആവശ്യം, പിന്നീടാണ്, അപ്പൊ കിട്ടിയാൽ മതി, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു. അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പൊ ചോദിക്കുന്നു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നോ എന്ന് പറയുന്നു. സമയമാകുമ്പോൾ അതേ പ്രാർത്ഥനയ്ക്ക് ദൈവം യെസ് എന്നും പറയുന്നു. അത്രയും കാലം ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ സ്വസ്ഥമായി സമാധാനമായി ഇരുന്നോളും. എന്തുകൊണ്ടാണ് അവർക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നത്? അവരുടെ ഉള്ളിൽ ഉപകാര സ്മരണ ഉള്ളത് കൊണ്ടാണ്. ഇതിനു മുൻപ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ദൈവം നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് ഈ കാര്യവും എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തക്ക സമയത്ത് ദൈവം തന്നുകൊള്ളും എന്ന ബോധ്യമാണ്, ആ തിരിച്ചറിവാണ് ക്ഷമയോടെ കാത്തിരിക്കാൻ അവരെ സഹായിക്കുന്നത്. ഉപകാരസ്മരണ ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവർ ദൈവത്തിൽ നിന്ന് മുൻപ് ലഭിച്ച നന്മകൾ മറന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ പിറുപിറുക്കാനും പരാതിപ്പെടാനും തുടങ്ങും. ഇസ്രായേൽ ജനം നമ്മുടെ മുൻപാകെ ഉദാഹരണമായിട്ടുണ്ട്. മറ്റ് ഒരു കൂട്ടരെ എടുക്കേണ്ട. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം, സങ്കീർത്തനം 78:11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അത് കാണുന്നുണ്ട്. ഞാനത് വായിക്കാം. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. മറന്നു, സ്മരണയില്ല, ഉപകാരസ്മരണമില്ലാത്തവരായി. അതാണ് മറന്നു കളഞ്ഞു എന്ന് പറയുന്നത്. അവൻ മിസ്രയീം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ പ്രശ്നം ഉപകാരസ്മരണ ഇല്ലാത്തതായിരുന്നു. ദൈവം ഓരോ പ്രാവശ്യവും അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ അവർ അടുത്ത പ്രശ്നം വരുമ്പോൾ മറന്നു കളയുകയാണ്. ഇതേ കാര്യം സങ്കീർത്തനം 106 പറയുന്നുണ്ട്. 106 സങ്കീർത്തനത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ, ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. ഓരോ നന്മകള് ദൈവത്തിൽ നിന്ന് ലഭിച്ച സമയത്ത് അവർ ദൈവത്തിന് സ്തുതി പാടുകയൊക്കെ ചെയ്തു. നമ്മള് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അത് കാണുന്നുണ്ട്. ഫറവോനെയും കൂട്ടരെയൊക്കെ ചെങ്കടലിൽ മുക്കിക്കളയുന്നു 14-ാം അധ്യായത്തില്. 15-ാം അധ്യായം അത് കണ്ട ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ആ പാട്ടൊക്കെ, സ്തുതി പാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതേ 15-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അവര് മാറയിലെത്തുന്നതും മാറയിലെ വെള്ളം കയ്പുള്ളത് കൊണ്ട്, കുടിക്കാൻ പറ്റാതായതുകൊണ്ട് മോശയുടെ നേരെ പിറുപിറുക്കുന്നതുമാണ്. അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. അവർ ഉപകാര സ്മരണയില്ലാത്തവരായി മാറി. ഇപ്പൊ നമ്മൾ വായിച്ചത് അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു എന്നാണ്. ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയുന്നത് ഒന്നാമത്തെ ഘട്ടമാണ്. അടുത്ത ഘട്ടം, ദൈവത്തിന്റെ പ്രവൃത്തികളെ മറക്കുന്നവരായി തീർന്നാൽ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ മറന്നു കളയുന്നതാണ്. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. സങ്കീർത്തനം 106 21 22 വാക്യം. 13-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു എന്ന് പറയുന്നത്. 21 22 വരുമ്പോൾ നമുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്: മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ഇപ്പോ ദൈവത്തെ തന്നെ മറന്നു കളഞ്ഞു. എന്നിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോയി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുമ്പാകെ വീണു. നമ്മത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ വായിച്ചാൽ, അല്ലെങ്കിൽ ശമൂവേലിന്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. പ്രവാചക പുസ്തകങ്ങളിൽ അതിനെയൊക്കെ ശക്തമായി തർജ്ജനം ചെയ്യുന്നുമുണ്ട്. ഉപകാര സ്മരണ ഇല്ലാത്ത ജനമായിട്ട് അവർ തീർന്നു.
ഈ പ്രവാചക പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകം എന്നൊക്കെ പറഞ്ഞ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഭാവിയെ കുറിച്ചുള്ള കഥാകഥനമാണ് പ്രവചനം എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഭാവി അതിന്റെ അകത്തൊരു ഭാഗം മാത്രമാണ്. ഈ പ്രവാചക പുസ്തകങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പകുതിയിലധികം കാര്യം എന്ന് പറയുന്നത് ഭൂതകാലത്തെ സംഭവങ്ങളാണ്. ഇസ്രായേൽ ജനത്തോട് പ്രവാചകന്മാർ പറയുന്നത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളാണ്. നിങ്ങളോട് ഇത്ര കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, നിങ്ങളോ അവരെ വിട്ടുകളഞ്ഞിരിക്കുന്നെന്നും പറഞ്ഞ് അവരെ ശാസിക്കുകയാണ്. അപ്പൊ ഭൂതകാലത്തെ കാര്യങ്ങളും വർത്തമാന കാലാവസ്ഥയും ഇത് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് മൂന്നും അടങ്ങിയതാണ് പ്രവചനം, അല്ലാണ്ട് ഭാവി മാത്രമല്ല. അപ്പൊ ഈ ഉപകാരസ്മരണ ഇല്ലാത്ത ജനമായിട്ട് അവർ തീർന്നു. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ആ ജനം, അതായത് മരുഭൂമിയിൽ വന്ന ജനത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ അതിന്റെ അനന്തരഫലം 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 40 വർഷം അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. പലപ്പോഴും ഈ ഇസ്രായേൽ മക്കളിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാത്തവരായിട്ടാണ് നമ്മളും ഉള്ളത്. നമ്മളും ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകൾ വേഗത്തിൽ മറന്നു കളയുന്നവരായി തീർന്നിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ പോലെ നമ്മളുമായി തീരരുത് എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളോട് അവിടുത്തെ മരണത്തെ ഓർമ്മിക്കാനായി കൽപ്പിച്ചിരിക്കുന്നത്. കർത്തൃമേശ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഓരോ ആഴ്ചയും ഒരുമിച്ചുകൂടി കർത്താവിന്റെ മരണത്തെ ഓർമ്മിച്ചിട്ട് പോലും നാം ഉപകാരസ്മരണ ഇല്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇസ്രായേൽ മക്കളുടെ അന്നത്തെ ആ ജീവിതം കണ്ട് അവരെ കുറ്റം പറയാൻ നമുക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? മറവി നമ്മളെ നന്ദി കെട്ടവരാക്കി തീർക്കും. നേരത്തെ ഞാൻ പാമ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, തീറ്റ കൊടുത്ത കൈക്ക് തന്നെ എന്തുകൊണ്ടാണ് പാമ്പ് കുത്തുന്നതെന്ന് അറിയാമോ? പാമ്പിന് വളരെ കുറച്ചു നേരത്തേക്കുള്ള ഓർമ്മശക്തിയേ ഉള്ളൂ. ചുറ്റുപാടുകളും മറ്റുമൊക്കെ അതിന് ചെറുതായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റും, സറൗണ്ടിങ്സ് അതൊക്കെ ഓർത്തു വയ്ക്കാൻ പറ്റും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വ്യക്തികളെയോ സംഭവങ്ങളെയോ ഒന്നും ഓർത്തു വയ്ക്കാൻ, അധിക സമയം ഓർത്തു വയ്ക്കാൻ അതിന് സാധിക്കില്ല. ചില മിനിറ്റുകളുടെ മെമ്മറി പവറേ ഉള്ളൂ അതിന്റെ തലച്ചോറ് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് അതിന് ഭക്ഷണം കൊടുത്ത സംഭവമോ ഭക്ഷണം കൊടുത്ത ആളെയോ അതിന് ഓർമ്മ കാണില്ല. ഒരു നായ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓർമ്മ കാണും, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാലും അതിന് ഓർമ്മ കാണും. എന്നാൽ പാമ്പിനെ സംബന്ധിച്ച് ഭക്ഷണം കൊടുത്ത സംഭവം, കൊടുത്ത ആൾ ആരാണ്, അതൊന്നും അതിന് ഓർമ്മ കാണില്ല. അതുകൊണ്ടാണ് ആഹാരം കൊടുത്ത ആളെ തന്നെ കൊത്തുന്നത്. നേരത്തെ പാമ്പോല ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പുതുതായിട്ട് പിടിച്ച ഒരു കരിമൂർക്കനായി ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കുത്തിയത്. കാരണം അതിനത് ഓർമ്മയില്ല. അതാണ് ഈ പ്രശ്നം. അപ്പൊ നമ്മൾ ദൈവത്തോട് നന്ദിയില്ലാത്തവരായിരിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന നന്മകൾ ഓർക്കാത്തവരായി നാം മാറിയിരിക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ കാലത്ത് ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകളും ദൈവജനത്തിൽ നിന്ന് ലഭിച്ച നന്മകളും ഓർക്കുന്നവരായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് നന്ദിയുള്ളവരായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. നാം ദൈവം മുമ്പാകെ നന്ദിയില്ലാത്തവരായിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം കൂടി നോക്കാം. അതിനുള്ള നല്ലൊരു ഉദാഹരണം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. നമുക്കെല്ലാം വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു സംഭവമാണ് അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനത് വായിക്കാം. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ശമര്യക്കാരൻ ഒഴികെ ബാക്കി 9 പേരും കാണിച്ചത് നന്ദികേടാണ് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു അവർ ആ നന്ദികേട് കാണിക്കാനുള്ള കാരണം? അത് മറന്നുപോയതല്ല, മറന്നുപോകാനുള്ള സമയം ആയിട്ടില്ല. കാരണം കർത്താവ് അവരെ സൗഖ്യമാക്കിയിട്ടല്ല പുരോഹിതന്റെ അടുക്കിലേക്ക് അയച്ചത്. കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കാനാണ്. അപ്പൊ കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച് ആ രോഗത്തോട് കൂടെ തന്നെ പുരോഹിതന്റെ അടുക്കിലേക്ക് അവർ പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് ഈ 10 പേർക്കും രോഗസൗഖ്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറക്കാനുള്ള സമയം ആയിട്ടില്ല.
ഈ സുഖം പ്രാപിച്ചവരിൽ 9 പേർ നേരെ പുരോഹിതന്റെ അടുക്കിലേക്ക് പോയി. കാരണം പുരോഹിതനാണ് ഇവരെ പരിശോധിച്ച് നോക്കിയിട്ട് രോഗമില്ല, അത് മാറി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് എത്രയും വേഗം നേടിയെടുക്കുക എന്നതിനാണ് അവർ വില കൽപ്പിച്ചത്. അതുകൊണ്ട് അവർ പുരോഹിതന്റെ അടുക്കിലേക്ക് പോയി. എന്നാൽ ശമരിയാക്കാരനെ സംബന്ധിച്ച് അവൻ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നന്ദി പറയാൻ മടങ്ങി വന്നു. എന്തുകൊണ്ടാണ് ആ 9 പേർക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാൻ സാധിക്കാഞ്ഞത്? അതറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അന്നത്തെ കാലത്ത് ഒരാൾക്ക് കുഷ്ഠരോഗം ബാധിച്ചാൽ അയാൾ സമൂഹ ഭ്രഷ്ടനാണ്. പിന്നെ അയാൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്തു പോകണം. ഒരാളെയും സ്പർശിക്കാൻ അയാൾക്ക് സാധിക്കില്ല. ഒരാളും അയാളുടെ ദേഹത്ത് സ്പർശിക്കുകയില്ല. ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങളിൽ കുഷ്ഠരോഗം ബാധിച്ച ആൾ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുന്ന കാര്യവും അത് 13-ാം അധ്യായത്തിലാണ്. 14-ാം അധ്യായത്തിൽ അയാളുടെ രോഗം മാറിയാൽ ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തി അയാളെ തിരിച്ച് സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ നിയമങ്ങളൊക്കെ വിവരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 2 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന ആ കുഷ്ഠരോഗികൾ എല്ലാവരും തന്നെ ഒരു കാലത്ത് ഭാര്യയും കുട്ടികളും ഒക്കെയായി കുടുംബത്തിന്റെ അകത്ത് ജീവിച്ചിരുന്നവരാണ്. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ സഹോദരങ്ങൾ കാണും, മാതാപിതാക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവരോടൊക്കെ ആയിട്ടുള്ള നല്ല സാമൂഹ്യ ജീവിതം നയിച്ചിരുന്നവരാണ്. കുഷ്ഠരോഗം വന്നതോടെ അവർ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അതിനുശേഷം ഇന്ന് വരെ അവരുടെ ഭാര്യയെയോ മക്കളെയോ മാതാപിതാക്കളെയോ സഹോദരന്മാരെയോ ഒന്ന് സ്പർശിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരെയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടെന്ന് വരാം. കാണുമ്പോൾ അശുദ്ധൻ അശുദ്ധൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവേണ്ടി വരും. അവരുടെ മക്കളെയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് എടുക്കണം, താലോലിക്കണം എന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷെ തൊടാൻ പോലും പറ്റുകയില്ല. സ്വന്തം മക്കളെയൊക്കെ ഒന്ന് ഓമനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കാതെ ദൂരെ നിന്ന് കാണാൻ മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ. അതേ അവർക്ക് കഴിയുള്ളൂ. ആ ഒരവസ്ഥയിൽ അവർക്ക് രോഗസൗഖ്യം ലഭിച്ചപ്പോൾ എത്രയും വേഗം പുരോഹിതന്റെ അടുക്കൽ ചെന്ന് കുഷ്ഠരോഗമില്ല, കുഷ്ഠരോഗം മാറി എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വീടുകളിലേക്ക് പോയി ഭാര്യമാരെയും മക്കളെയും സഹോദരന്മാരെയും സ്നേഹിതന്മാരെയും ഒക്കെ കാണാനാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവര് കർത്താവിന് നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വന്നില്ല, നേരെ പുരോഹിതന്റെ അടുക്കലേക്ക് വിട്ടു. ഈ രോഗസൗഖ്യം കർത്താവിൽ നിന്ന് അവർക്ക് ദാനമായി ലഭിച്ചതാണ്. അവർ ദാതാവിനേക്കാൾ ദാനത്തിന് വില കൽപ്പിച്ചു. അവർക്ക് ലഭിച്ച ദാനത്തിന്റെ ഫലം ആസ്വദിക്കുന്നതിനാണ്. ഫലം എന്ന് പറയുന്നത് പഴയതുപോലെയുള്ള സാമൂഹ്യ ജീവിതം. അതിനാണ് അവര് മുൻഗണന കൊടുത്തത്. എന്നാൽ ആ ശമരിയാക്കാരൻ മാത്രം ആദ്യം ദാതാവിന്റെ അടുക്കൽ ചെന്ന് നന്ദി പറയാനും അതിന്റെ ശേഷം ദാനത്തിന്റെ ഫലം ആസ്വദിക്കാനും തീരുമാനിച്ചു. അവൻ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ അവന്റെ ഭാര്യയും മക്കളും സഹോദരങ്ങളും സ്നേഹിതന്മാരും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്തുണ്ടായി? അവന് ആത്മരക്ഷയും കൂടി ലഭിച്ചു. 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. ആ കർത്താവ് പറഞ്ഞത് രോഗത്തിൽ നിന്നുള്ള രക്ഷയെ കുറിച്ചല്ല, പാപത്തിൽ നിന്നുള്ള രക്ഷയെ കുറിച്ചാണ്. 10 പേർക്കും കുഷ്ഠരോഗത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു. വഴിയിൽ വെച്ച് തന്നെ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ 10 പേർക്കും അത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നന്ദി പറയാൻ കർത്താവിന്റെ അടുക്കൽ മടങ്ങി വന്നവന് മാത്രം പാപത്തിൽ നിന്നുള്ള മോചനവും കിട്ടി, പാപത്തിൽ നിന്നുള്ള വിടുതലും കിട്ടി. ദൈവത്തോട് നന്ദി കാണിക്കുന്നത് എപ്പോഴും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളത് മറക്കരുത്. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയാത്തതിന്റെ 3-ാമത്തെ കാരണം ദൈവത്തിന് നാം നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ദാതാവിനേക്കാൾ ദാനത്തിന് നാം വില മതിക്കുന്നത് കൊണ്ടാണ്. നീയുള്ള ജീവിതത്തിലെങ്കിലും അങ്ങനെ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. നന്ദിയുള്ളവരായിരിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരെണ്ണം, കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത്. അതുപോലെ ഈ കൃതജ്ഞതാ മനോഭാവം നമ്മളെ എളിമയുള്ളവരാക്കി മാറ്റുന്നു. നാം ഒരാളോട് നന്ദി പറയുമ്പോൾ അതിനർത്ഥം നാം അയാളുടെ സഹായം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള സമ്മതം കൂടിയാണ്. ചെറുതോ വലുതോ ആകട്ടെ, നാം അയാളുടെ സഹായം സ്വീകരിച്ചിരിക്കുന്നു. അത്തരം സഹായങ്ങൾക്കെല്ലാം നാം നന്ദി പറയുമ്പോൾ നാം എളിമയുള്ളവരായി മാറുകയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു, നിങ്ങളത് തന്നു, എനിക്കതിന് നന്ദിയുണ്ട്. അപ്പൊ നമ്മൾ സഹായം സ്വീകരിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. അപ്പൊ അത് നമ്മളെ എളിമയുള്ളവരാക്കി മാറ്റുന്നു. മാത്രമല്ല, കൃതജ്ഞത നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും നമുക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ വലിയ പുള്ളിയായിരിക്കാം, പുറത്തെ ലോകത്ത് ആളുകളൊക്കെ അറിയുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കാം, സെക്യുലർ ലോകത്തൊക്കെ അറിയപ്പെടുന്ന ആളായിരിക്കാം, വളരെയധികം സമ്പത്തുള്ള ആളായിരിക്കാം, അങ്ങനെ എല്ലാം കൊണ്ടും ലോകപ്രകാരമുള്ള ബഹുമാനമൊക്കെ ലഭിക്കുന്ന ആളായിരിക്കാം.
പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയിലെ ഒരു സാധാരണക്കാരനായ വിശ്വാസിയോട് നാം നന്ദി പറയുമ്പോൾ അത് അദ്ദേഹത്തെ മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പലരെയും സ്വാധീനിക്കും. ഇത്ര വലിയ ആളായിരുന്നിട്ടും എത്ര വിനയത്തോടും താഴ്മയോടും കൂടിയാണ് ഇദ്ദേഹം മറ്റുള്ളവരോട് ഇടപെടുന്നത്. അത് നല്ലൊരു മാതൃകയാണ്. എനിക്കും അതുപോലെ ആകണം എന്ന് പലരെയും ചിന്തിപ്പിക്കാൻ അത് കാരണമായിട്ട് തീരും. നന്ദി, നമ്മുടെ ആ നന്ദിയോടെയുള്ള ഇടപെടൽ. നന്ദിയുള്ളവരായിരിക്കുന്നത് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ദൈവത്തിന്റെ കരുതലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായി നമ്മളെ മാറ്റുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളർത്തുകയും ചെയ്യും. എന്നാൽ നന്ദിയില്ലാത്തവരായി ഇതെല്ലാം മറക്കുന്നവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തെയാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ അതിനെ അതിജീവിക്കാം, എങ്ങനെ അതിനെ തരണം ചെയ്യാം, അതേ ഉള്ളൂ. എന്നാൽ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇതിനൊക്കെ മുൻപത്തെ കഴിഞ്ഞ കാലത്ത് ദൈവം തന്നിരിക്കുന്നതായ പല നന്മകളും ഓർമ്മയിലേക്ക് വരും. ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവം എങ്ങനെ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വന്നാലും നമ്മുടെ ശ്രദ്ധ അതിലാകാതെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. നന്ദിയുള്ളവരായിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നന്ദിയുള്ളവരായിരിക്കുന്നതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളെ യഥാർത്ഥമായ ഹൃദയം നിറഞ്ഞു കവിയുന്ന ആരാധനയിലേക്ക് നയിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ആരാധന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്രോസ്കുനയോ എന്നുള്ളതാണ്. ഇതിലെ ഈ കുനയോ എന്നുള്ള ക്രിയാധാതുവിന്റെ അർത്ഥം ചുംബിക്കുക എന്നാണ്. ഒരു നായ് അതിന്റെ യജമാനന്റെ കാൽപാദങ്ങളിൽ നന്ദിയോടെ ചുംബിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അതിനെയും പ്രോസ്കുനിയോ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു നായ്ക്ക് അതിന്റെ യജമാനോടുള്ള നന്ദി അതിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോഴാണ് അത് വാലാട്ടിക്കൊണ്ട് തന്റെ യജമാനന്റെ അടുക്കൽ ചെന്ന് കാൽപാദങ്ങളിൽ ചുംബിക്കുന്നത്. നമുക്ക് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞു കവിയുന്ന ഒരു ആരാധന നടത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാൽ നിറയണം. ഹൃദയത്തിനകത്ത് നന്ദിയില്ലാത്തവരുടെ ആരാധന വെറും പ്രകടനപരത മാത്രമാണ്, ഷോ ഓഫ് ആണ്, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് ശോധന ചെയ്യുക. വാസ്തവത്തിൽ ഞാൻ നന്ദിയുള്ളവനായിട്ട് തന്നെയാണോ ഉള്ളത് എന്ന് സ്വയപരിശോധന നടത്തുക. കഴിഞ്ഞ കാലത്ത് നാം എങ്ങനെയായിരുന്നാലും ശരി, നന്ദിയുള്ളവരായിരുന്നാലും അല്ലെങ്കിലും ശരി, ഈ പുതിയ വർഷം മുതൽ ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവനായി ജീവിക്കും എന്ന ഉറച്ച തീരുമാനമെടുക്കുക. ആ തീരുമാനം ജീവിതാവസാനം വരെ നിറവേറ്റാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ആരംഭിക്കാം. ദൈവം അതിന് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ. ദൈവത്തിന്റെ സഹായം എപ്പോഴും നമുക്കതിന് ലഭിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.